ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ഭഗവത്ഗീത ജ്ഞാനയജ്ഞത്തിലേക്ക് ഏവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു. ഭഗവത്ഗീത 12-ാം അധ്യായം ഭക്തിയോഗമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഭഗവാന്റെ സഗുണമായ ഭാവത്തെ അത് അർജുനൻ മനസ്സിലാക്കിയതിനു ശേഷം, അതായത് പ്രത്യക്ഷമായിട്ടുള്ള ഭാവം. മറ്റൊന്ന് അദൃശ്യവും അവ്യക്തവും അരൂപവുമായിട്ടുള്ള ശരിയായ ഉണ്മ. അപ്പം ഇതിലേത് പ്രകാരത്തിൽ അങ്ങയെ ഭജിക്കുന്നതാണ് ശ്രേയസ്കരം എന്നുള്ള സംശയം അർജുനൻ ചോദിക്കുകയുണ്ടായി. മാത്രമല്ല, മുൻ അധ്യായത്തിൽ പറഞ്ഞു, അനന്യമായ ഭക്തി കൊണ്ടാണ് എന്നിലേക്ക് പ്രവേശിക്കുന്നതിനും എന്നെ അറിയുന്നതിനും എന്നെ അനുഭവിക്കുന്നതിനുമൊക്കെ സാധിക്കുക. അപ്പോഴാണ് അർജുനൻ ഈ സംശയം സ്വാഭാവികമായിട്ടുണ്ടാവുന്നത്. അപ്പോൾ ഏതാണ് ഗുണപരമായിട്ടുള്ള ഒരു രീതി എന്ന അർജുനൻ്റെ സംശയത്തിന് ഭഗവാൻ മറുപടി പറഞ്ഞു. അതിൽ സഗുണ ആരാധനയിൽ തന്നെ നമ്മൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ടതാണ്. സഗുണ ആരാധന എന്ന് നമ്മൾ പറയുമ്പോൾ ഈശ്വരന് ഗുണങ്ങൾ കൽപ്പിച്ച് നമ്മൾ ആരാധന ചെയ്യുന്നതാണ്. അപ്പോൾ ആ ഗുണങ്ങൾ കൽപ്പിക്കുന്ന സമയത്ത് നമ്മുടേതായിട്ടുള്ള ഭാവങ്ങളൊക്കെ കൽപ്പിക്കും. എല്ലാം കൽപ്പനയാണ്. പക്ഷേ അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താന്ന് പറഞ്ഞാൽ നമ്മളത് പാലിക്കാൻ പൂർണ്ണമായും ബാധ്യസ്ഥരാണ്. ആ മര്യാദ നാം പുലർത്തേണ്ടതുണ്ട്. നമ്മൾ മുമ്പ് പറഞ്ഞതാണ് ഈ ആശയം. നമ്മുടെ പൂജാമുറികളുടെയും ഇങ്ങനെയൊക്കെ ഉള്ളതിൻ്റെ അവസ്ഥ എന്താണ് എന്ന്. അപ്പം സഗുണത്തിൽ പറയുമ്പം അതാണ് ഈശ്വരൻ എന്ന ഭാവേനയാണ്. അപ്പം അത് ഈശ്വരൻ്റെ ഒരു പ്രതിരൂപമായിട്ട് നമ്മൾ കാണുമ്പോൾ അതെത്രമാത്രം വൃത്തിയോടും എത്ര ശ്രദ്ധയോടും കൂടി നമ്മളത് ചെയ്യേണ്ടതുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് ഭഗവാൻ ഇവിടെ വ്യക്തമാക്കുകയും ചെയ്തു. അപ്പോൾ സഗുണ ആരാധന എന്ന് പറയുമ്പം തന്നെ അതിൽ ഉത്തരവാദിത്തങ്ങൾ കൂടും. അറിവുണ്ട്, അറിവ് വേണം. അതുകൊണ്ടാണ് പറയുന്നത് നികൃഷ്ട വസ്തുനി ഉത്കൃഷ്ട ഭാവ. വസ്തു നികൃഷ്ടമായിരിക്കാം. നികൃഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിരർത്ഥകമായി തോന്നിയേക്കാം. പക്ഷെ അതിൽ നാം കൽപ്പിക്കുന്ന മൂല്യം, ഭാവം അങ്ങേയറ്റം ഉത്കൃഷ്ടമാർന്നതാണ്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് വിട്ടുപോകരുത്. പിന്നെ ഭഗവാൻ നിർഗുണ ഉപാസനയെക്കുറിച്ച് പറഞ്ഞു. നിർഗുണ ഉപാസകന്മാരെ സംബന്ധിച്ച് ക്ലേശം കുറച്ച് കൂടുതലാണ്. എന്താണ് ആ ക്ലേശം? ദേഹവദ്ഭിഹി ദുഃഖം അവാപ്യതേ. ദേഹവദ്ഭിഹി, അവർക്ക് എന്തുണ്ട്? ദേഹാഭിമാനവദ്ഭിഹി, ശരീരമാണെന്ന ബോധം, ഉറച്ച ബോധ്യം ഉള്ളവർക്ക് നിർഗുണ ഉപാസന എന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണ് എന്ന് ഭഗവാൻ പറഞ്ഞു. ക്ലേശോധിഗതരസ്തേഷാം അവ്യക്താസക്ത ചേതസാം അവ്യക്താ ഹി ഗതിർ ദുഃഖം ദേഹവദ്ഭിരവാപ്യതേ. 12-ാം അധ്യായത്തിലെ 5-ാമത്തെ ശ്ലോകം കൊണ്ട് അത് പറഞ്ഞു. എന്താണ്? തേഷാം ക്ലേശഃ അധികതരഃ ഹി. അവർക്ക് ക്ലേശം, ബുദ്ധിമുട്ട് കൂടുതലാണ്. എന്തുകൊണ്ടെന്നാൽ അവ്യക്താഗതി, ഇതിൻ്റെ ഗതി തന്നെ അവ്യക്തമാണ് എന്നിരിക്കെ, അവ്യക്തമായിട്ടുള്ളത് അവ്യക്താഗതി എന്ന് പറഞ്ഞാൽ നിർഗുണോപാസന മാർഗം, അത്രയാണ്. ആ ഗതിയെ സ്വീകരിച്ചിട്ടുള്ളവർക്ക് ദേഹവദ്ഭിഹി ദുഃഖം അവാപ്യതേ. ദേഹാഭിമാനികളാണ് എങ്കിൽ അവർക്ക് അത് ദുഃഖത്തെ പ്രദാനം ചെയ്യും എന്നുള്ളതാണ്. ഇതുവരെയാണ് നമ്മൾ ചർച്ച ചെയ്തു വെച്ചത്. ഭഗവാൻ വീണ്ടും അതിൻ്റെ കൃത്യമായ ശ്രദ്ധാപൂർവം എങ്ങനെയാണ് സഗുണമാകട്ടെ നിർഗുണമാകട്ടെ
നാം കൈക്കൊള്ളേണ്ടുന്ന നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്നത് എന്തൊക്കെയാണ്? അതാണ് അടുത്ത 6-7 2 ശ്ലോകങ്ങളെ കൊണ്ട് പറയുന്നത്. യേതു സർവാണി കർമാണി മയി സന്യസ്യ മത്പരാഃ അനന്യേ നൈവ യോഗേന മാം ധ്യായന്ത ഉപാസതേ തേഷാമഹം സമുദ്ധർത്ത മൃത്യുസംസാരസാഗരാത് ഭവാമി ന ചിരാത് പാർത്ഥ മയ്യാവേശിതചേതസാം. മൃത്യു സംസാര സാഗരാത്, മൃത്യു സംസാര സാഗരത്തിൽ നിന്നുള്ള തരണം. മൃത്യുവാകുന്ന സംസാര സാഗരമാകുന്ന മൃത്യു എന്താണത്? നമുക്ക് വിസ്തരിച്ച് കാണാം. പറയുന്നു, യേതു ആരൊക്കെയാണോ സർവാണി കർമാണി എല്ലാ കർമ്മങ്ങളെയും, സർവാണി കർമാണി ഒന്നൊഴിയാതെ എല്ലാ കർമ്മങ്ങളെയും മയി സന്യസ്യ മത്പരാഹ, മയി സന്യസ്യ എന്നിൽ സമർപ്പിച്ചിട്ട്. അപ്പം എങ്ങനെയാണ് ഭഗവാനിൽ കർമ്മങ്ങളെ സമർപ്പിക്കുന്നത്? 4-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടതാണ്. എപ്പോഴും മുൻ അധ്യായങ്ങളിൽ ഇതേ ആശയങ്ങൾ കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ടാവും. ഇവിടെ പറഞ്ഞു പോവുക എന്നുള്ളതാണ്. അപ്പോൾ ചിലപ്പോൾ നമ്മളിത് പറഞ്ഞ് അങ്ങോട്ട് മുന്നോട്ട് പോയി കഴിയാൻ ചിലപ്പോൾ നിങ്ങൾക്ക് സംശയങ്ങളുണ്ടാവും, എങ്ങനെയാണ് അത് എന്ന്. അപ്പോൾ മുൻ അധ്യായത്തിൽ ഭഗവാൻ വളരെ വ്യക്തമാക്കിയിട്ടുണ്ട്. എവിടെയായിരുന്നു അത്? 3-ാം അധ്യായത്തിലും 4-ാം അധ്യായത്തിലും. യത് കരോഷി യത് അശ്നാസി യത് ജുഹോഷി ദദാസി യത് യത് തപസ്യസി കൗന്ദേയ തത് കുരുഷ്വമതർപ്പണം. ഓർമ്മയുണ്ടാവും തോന്നുന്നുണ്ട്. യത് കരോഷി, നീ യാതൊന്ന് ചെയ്യുന്നുവോ, യത് കരോഷി. യത് അശ്നാസി, നീ യാതൊന്ന് ഭക്ഷിക്കുന്നു. യത് കരോഷി യത് അശ്നാസി യത് ജുഹോഷി, നീ വല്ല ഹോമാദികളോ വിളക്ക് കത്തിക്കുകയോ ചന്ദനത്തിരി കത്തിക്കുകയോ പുകയ്ക്കുകയോ എന്തെങ്കിലും ആവട്ടെ, അത്തരം എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നുവെങ്കിൽ യത് ജുഹോഷി. യത് ദദാസി, എന്തെങ്കിലുമൊക്കെ കൊടുക്കുന്ന സമയത്ത്, മേടിക്കുന്ന സമയത്ത്. യത് തപസ്യസി, എന്തെങ്കിലുമൊക്കെ തപശ്ചര്യകൾ പോലുള്ള ആചരണങ്ങൾ, ഉപവാസങ്ങൾ ഇത്യാദികളൊക്കെ നീ ചെയ്യുന്നുവെങ്കിൽ തത് മതർപ്പണം കുരുഷ്വ, അതെല്ലാം എന്നിൽ സമർപ്പിക്കൂ, എനിക്കായിക്കൊണ്ട്. അപ്പോൾ അവിടെ കർമാധ്യക്ഷനായിട്ട് ആരുണ്ട്? ഭഗവാൻ എന്ന് പറയുന്ന ഒന്നുണ്ട്. അപ്പോൾ എന്താണത്? അതിൻ്റെ താല്പര്യം എന്ന് പറഞ്ഞാൽ അവിടെ കർമ്മം മാത്രമേ ഉള്ളൂ. അവിടെ മൈനസാണ് എന്ത്? ഞാനെന്നും എൻ്റേതെന്നും. അതിനെയാണ് ഭഗവാൻ മുമ്പ് കർമ്മയോഗം ആരഭതേ ഇന്ദ്രിയൈഹി ഇന്ദ്രിയാർത്ഥേഷു, ഇന്ദ്രിയങ്ങൾ ഇന്ദ്രിയ വിഷയങ്ങൾ അത് സ്വാഭാവികേന അതിൽ വർത്തിക്കുന്നു. അഹംകർത്ത, ഞാൻ ചെയ്യുന്നവൻ, അഹം ഭോക്ത, ഞാൻ അനുഭവിക്കുന്നവൻ, ഇങ്ങനെ കരുതുന്നില്ല. അവനെ യുക്തൻ എന്ന് പറഞ്ഞു. അവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട് മിഥ്യാചാര്യൻ എന്നും പറഞ്ഞിട്ടുണ്ട്. അവനാരാണ്? മനസ്സുകൊണ്ട് ഇന്ദ്രിയ വിഷയങ്ങളിൽ വ്യാപരിക്കുകയും ബാഹ്യമായ കർമ്മേന്ദ്രിയങ്ങളെ വ്യാപരിപ്പിക്കാതെ വയ്ക്കുകയും ചെയ്യുന്ന മിഥ്യാചാരൻ. മുൻ അധ്യായങ്ങളിൽ പറയപ്പെട്ട ആശയങ്ങൾ വിട്ടുപോകരുത്. മനസ്സിലാവാത്തവർ 3ഉം 4ഉം കേൾക്കാൻ ദയവ് കാണിക്കുക, അപ്പോൾ മനസ്സിലാവും. കാരണം നമ്മൾ വീണ്ടും റിവിഷനിൽ പോയിട്ട് ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ നമുക്കിത് മുന്നോട്ട് പോകണ്ടേ. എന്തൊക്കെ പറഞ്ഞാലും ഇത് അവസാനിപ്പിക്കണമല്ലോ. ഞങ്ങൾക്ക് തിരക്കൊന്നുമില്ല സ്വാമി, അറിയാം.
പക്ഷെ അത് വേഗം കേട്ട് തീർക്കണം എന്നുള്ള ആഗ്രഹം തിരക്കുള്ളവരുണ്ടാവും. എന്തായാലും സർവാണി കർമാണി മൈ സന്യസ്യ, മൈ സന്യസ്യ എന്നാണ്. അത് വളരെ സന്യസ്യ എന്ന് പറയുമ്പോൾ എന്താണ്? ഉടമസ്ഥതയെ ഉപേക്ഷിക്കുക എന്നുള്ളതാണ്. അങ്ങനെ എല്ലാം അവിടെ ഭഗവാനിൽ സമർപ്പിച്ച് എന്ന് നമ്മൾ എപ്പോഴെപ്പോഴൊക്കെ പറയുന്നുണ്ടോ അപ്പോഴൊക്കെ നമ്മൾ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഏതെങ്കിലും അമ്പലത്തിൻ്റെ നടയിൽ എന്നല്ല. അങ്ങനെ ഏതെങ്കിലും ഒരു നടയെക്കുറിച്ചാണ് നിങ്ങൾ ചിന്ത ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ പെട്ടുപോകും. അങ്ങനെയായി പോകരുത്. അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം, വളരെ വളരെ ശ്രദ്ധിക്കണം. ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും ഒരു അമ്പലനടയിലേക്കാണ് നിങ്ങളുടെ ഗതി പോക്ക് എങ്കിൽ പെട്ടു. അതുകൊണ്ട് എന്താണ്, ഒരു നടയുടെ കാര്യം വേണ്ട. അവിടെ അതിൽ കരചരണങ്ങൾ എവിടെയാ? നമ്മുടെ മനോബുദ്ധി അവിടെ ഉണ്ടായിരിക്കട്ടെ. അതിൽ നിന്ന് വ്യതിചലിക്കേണ്ടതില്ല. അപ്പോൾ സർവാണി കർമാണി മൈ സന്യസ്യ മത്പര, എന്നെ ആശ്രയമാക്കിയിട്ടുള്ള, അനന്യേന യോഗേന മറ്റൊന്നിനെ ഏതെങ്കിലും തരത്തിൽ വിഷയമാക്കാതെ, ഇങ്ങനെ ചാടിക്കളിക്കുന്ന പലയിടത്തേക്കല്ല. അതുകൊണ്ട് അതിൽ എന്നിൽ യോഗേന, ആ ചേർച്ച കൊണ്ട്, മാം ധ്യായന്തഃ, എൻ്റെ സ്വരൂപത്തെ, അവനവൻ്റെ സ്വരൂപത്തെ തന്നെയാണ് ഭഗവാൻ എന്ന് പറയുന്നത്. അങ്ങനെ ആരാണോ ധ്യാനിക്കുന്നത്, ധ്യായന്തഃ, ധ്യാനിക്കുന്നവരായിട്ട് ആരാണ്? ധ്യായന്തഃ ഉപാസതേ, അങ്ങനെ ആരാണോ ഉപാസതേ, ഉപസമീപേ, സമീപത്തിരിക്കുന്നത്, സ്വരൂപത്തിലിരിക്കുന്നത്, മൈ ആവേശിത ചേതസാം തേഷാം, മൈ ആവേശിത ചേതസാം, എന്നിൽ ചേർന്ന മനസ്സോടുകൂടിയ അവർക്ക്, തേഷാം അവർക്ക്, അഹം ന ചിരാത്, ഒട്ടും വൈകാതെ, മൃത്യു സംസാര സാഗരാത് സമുദ്ധർത്ത ഭവാമി. ഈ സംസാരസാഗരമാകുന്ന മൃത്യുണ്ട്, മരണരൂപമായിട്ടുള്ള സംസാരസാഗരം. അതാണ് ശ്രീമദ് ഭാഗവതത്തിൻ്റെ പ്രാർത്ഥനയിൽ ചൊല്ലുന്ന പ്രാർത്ഥനാഗീതത്തിൽ പറയുന്നു. സംസാരസാഗരേ മഗ്നം ദീനം മാം കരുണാനിധേ കർമ്മഗ്രാഹ ഗൃഹീതാംഗം മാമുദ്ധര ഭവാർണവാത്. സംസാരസാഗരേ മഗ്നം, ഈ സംസാരമാകുന്ന സമുദ്രം. എന്താണ് ഈ സംസാരം? സംസാരം എന്ന് പറയുന്നത് വ്യക്തിബന്ധങ്ങൾ, ബന്ധുമിത്ര പുത്ര കളത്രാദികൾ, അതിൽ ശത്രുക്കളും എല്ലാം ഉണ്ട്. ഈ ലോകം ഞാൻ എന്നും എൻ്റേതെന്നിലും രൂഢമൂലമാക്കി വെച്ച് അതിൽ നിന്ന് നമ്മൾ വികസിപ്പിച്ചെടുത്ത ഈ ലോകം, അഹമേഷാം മമ ഏതേ, ഞാൻ അവരുടേത്, അവർ എൻ്റേത്. അതിലുള്ള ഈ എല്ലാ തരത്തിലുള്ള ബന്ധങ്ങളും, അതിനെല്ലാം കൂടെ ചേർത്തിട്ടാണ് പറയുന്നത് എന്ത്? മൃത്യുവാകുന്ന മൃത്യു സംസാര സാഗരം. അതിനെന്തുണ്ട്? മരണമുണ്ട്. ഇത് തന്നെയാണ് ഈ അറ്റാച്ച്മെൻ്റ് ആണ് മൃത്യു. അതാണ് മൃത്യുഞ്ജയ മന്ത്രത്തിൽ ചൊല്ലുന്ന മന്ത്രത്തിൻ്റെ താത്പര്യം തന്നെ അതാ. ത്രയംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം ഉർവാരുകം ഇവ ബന്ധനാത് മൃത്യോ മുക്ഷീയമാമൃതാത്. ഉർവാരുകം ഇവ ബന്ധനാത്, നമ്മുടെ ബന്ധനം എങ്ങനെയാണെന്നറിയോ? ഒരു വള്ളി, അതിൽ ഈ മത്തൻ ഇളവൻ എന്നൊക്കെ പറയുന്ന സാധനം, വള്ളിയിൽ കായ്ക്കുന്ന ഫലം, അതെങ്ങനെയാണോ പിടിച്ച് അള്ളിപ്പിടിച്ച് ഇരിക്കുന്നത്, പിടിച്ച് വലിച്ച വള്ളി അടക്കം പോകും.
അതുപോലെയാണ് നമ്മളും ലോകവും. ഈ മൃത്യു സംസാരം എന്ന് പറയുന്നത് ഈ വള്ളിയാണ്. മൃത്യോഹോ മുക്ഷീയ, ഇതിൽ നിന്ന് എന്നെ മോചിപ്പിക്കണം. മരണമില്ലായ്മയിൽ നിന്ന്, ഇതിൽ നിന്ന് മരണമില്ലായ്മയിലേക്ക് ആണ് മന്ത്രത്തിൻ്റെ താല്പര്യം. അല്ലാതെ മരിക്കാൻ കിടക്കുന്ന ആൾ മരിക്കാതിരിക്കാനോ വേഗത്തിൽ മരണം നടക്കാനോ അല്ല മൃത്യുഞ്ജയ മന്ത്രവും മൃത്യുഞ്ജയ ഹോമവും ഒക്കെ. അതിൻ്റെ താല്പര്യം അതാണ്. അപ്പം മൃത്യു സംസാര സാഗരാത് സമുദ്ധർത്ത അഹം ഭവാമി, ഞാൻ അതിൻ്റെ സമുദ്ധാരകനായി ഭവിക്കും. അതാണല്ലോ ഗീത ധ്യാന ശ്ലോകത്തിൽ നമ്മൾ പഠിച്ചത്. ഇതൊരു മൃത്യു സംസാര സാഗരത്തെ അവിടെ യുദ്ധമാകുന്ന രണനദി എന്നാണ് പറഞ്ഞത്. ആ രണനദിയുടെ വിശേഷണങ്ങൾ എന്തൊക്കെയാണ്? ഭീഷ്മദ്രോണ തടാ ജയദ്രഥജല ഗാന്ധാര നീലോപല ശല്യഗ്രാഹവതി കൃപേണ വഹനി കർണേന വേലാകുല അശ്വത്ഥാമ വികർണ ഘോരമകര ദുര്യോധനാവർത്തിനി സോത്തീർണ ഖലു പാണ്ഡവൈ രണനദി കൈവർത്തക കേശവ. ആ രണനദിയിൽ, യുദ്ധനദിയിൽ ആര്? കേശവൻ, ഭഗവാൻ കൈവർത്തകനായി, കടത്തുകാരനായി ഇവരെയൊക്കെ എടുത്ത് തോണിയിലിട്ട് കൊണ്ടുപോയി. എങ്ങനെയുള്ള യുദ്ധഭൂമിയിൽ? ഭീഷ്മദ്രോണ തട, ഭീഷ്മരും ദ്രോണരും രണ്ട് തടകളാണ്, കരകളാണ് ആ നദിയുടെ. ജയദ്രഥ ജല, ജയദ്രഥനാണ് അതിലെ ജലം. ഗാന്ധാര നീലോപല, ഗാന്ധാരനാകുന്ന കരിമ്പാറ കൂട്ടങ്ങൾ. ശല്യഗ്രാഹവതി, ശല്യരാകുന്ന മുതല. ഇങ്ങനെ ഇത്തരം ഒരു ഈ പറഞ്ഞ കൗരവാദികളെ മുഴുവൻ ഒരു വലിയ ഒരു കുത്തിയൊഴുകുന്ന ഒരു നദിയായിട്ട്, ആ നദിയിൽ കുറേ ഈ പറഞ്ഞ ചീങ്കണ്ണിയും മുതലയും മത്സ്യം അങ്ങനെയുള്ള എന്താ പറയുക മനുഷ്യനെ ഉപദ്രവിക്കുന്ന ജന്തുവകകളൊക്കെ ഉണ്ട് അതിൽ. ഇതിൽ നിന്ന് ഭഗവാൻ എന്തു ചെയ്തു? പാണ്ഡവൈഹി രണനദി, ആ യുദ്ധനദിയിൽ നിന്ന് കേശവൻ കൈവർത്തകനായി, ഭഗവാൻ ഒരു കടത്തുകാരനായി, തോണിക്കാരനായി. ദ്രവന്മാരെയൊക്കെ ഇതിൻ്റെ ഉള്ളിൽ പിടിച്ചിട്ട് അക്കരയ്ക്ക് എത്തിച്ചുവല്ലോ എന്ന് മധുസൂദന സരസ്വതി പറയുന്നത് ആ ധ്യാന ശ്ലോകത്തിൽ, ഭഗവത്ഗീതയുടെ ഇതൊക്കെ ധ്യാന ശ്ലോകം ചമച്ച സമയത്ത് പറയുക. അപ്പം ഈ മൃത്യു സംസാരം, മൃത്യു എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ മൃത്യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഒരു തരത്തിൽ പറയും മാറുകയാണ്, മാറ്റമാണ്. മരണം എന്ന് പറഞ്ഞാൽ മാറ്റമാണ്, ശാശ്വതമല്ല, സ്ഥായിയല്ല. അത് സ്ഥായിയായിട്ടുള്ളത് എന്താണ്? അമൃതമാണ്, മരണമില്ലായ്മയാണ്. അപ്പോൾ അഹം, ഞാൻ, ന ചിരാത്, ഒട്ടും വൈകാതെ, മൃത്യു സംസാര സാഗരാത്, മരണസ്വരൂപമാകുന്ന ഈ സമുദ്രത്തിൽ നിന്ന് സമുദ്ധർത്താ ഭവാമി, ഞാൻ അവനെ ഉദ്ധരിക്കുന്നു. അപ്പം ഇവിടെ ഈശ്വരനെ, സത്യത്തെ സാക്ഷാത്കരിക്കുക എന്ന് പറഞ്ഞാൽ ഭഗവത്ഗീതയുടെ വെളിച്ചത്തിൽ എന്താണ്? നിങ്ങൾ ഈശ്വരനെ സാക്ഷാത്കരിക്കുക, ഈശ്വരൻ്റെ പ്രീതി എന്നൊക്കെ പറഞ്ഞാൽ എന്തെങ്കിലും ലൊട്ടിലൊടുക്ക് വകകൾ നേടാനല്ല. അതൊക്കെ മൃത്യു സംസാരമാണ്, സാഗരമാണ്. എല്ലാ ലൊട്ടിലൊടുക്കുകളും അതിൽ നിന്നുള്ള കരകയറ്റലാണ് മൂപ്പരുടെ ജോലി. അപ്പോൾ അതിലേക്ക് പിടിച്ചിടലാണോ എന്ന് ചോദിച്ചാൽ അല്ല. അപ്പോൾ നമ്മൾ ആവശ്യപ്പെടുന്നത് എന്താണ്? ഇങ്ങനെയുള്ളതാണ്. അപ്പോൾ അങ്ങനെ ആവശ്യപ്പെടാമെന്ന് തന്നെയാണല്ലോ സ്വാമി പറഞ്ഞത്. പെടുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, ചതുർവിധ ഭജന്തേ മാം ഏ സുഹൃതിനോ അർജുന ആർത്തോ ജിജ്ഞാസുരർത്ഥാർത്ഥി ജ്ഞാനീച്ച ഭരതർഷഭാന്ന്. ജ്ഞാനിയാണ് വിശേഷപ്പെട്ടവൻ. അവനും ഞാനും തമ്മിൽ പിന്നെ വേറിട്ടൊരു ഇടപാടില്ല.
അപ്പോൾ നമ്മുടെ ചോയ്സ് എന്താണെന്നുള്ളത്, എന്താണ് നമുക്ക് വേണ്ടത്, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിനനുസരിച്ചാണ്. അതുകൊണ്ട് ഭഗവാൻ തുടർന്ന് പറയും, എന്താ വേണ്ടത്? നീ മയ്യേവ മന ആധത്സ്വ മയി ബുദ്ധിം നിവേശയ നിവസിഷ്യസി മയ്യേവ അത ഊർധ്വം ന സംശയഃ. മയി ഏവ മന ആധത്സ്വ മയി ബുദ്ധിം നിവേശയ നിവസിഷ്യസി മയ്യേവ അത ഊർധ്വം ന സംശയ. മയി ഏവ എന്നിൽ തന്നെ മനസ്സിനെ ആദത്സ്വ മനസ്സിനെ ഉറപ്പിക്കുക. നീ എന്നിലാണ് വയ്ക്കേണ്ടത്. എന്തിൽ? പരമമായ കാരണമാകുന്ന എന്നിൽ. നാമരൂപാദികളോ ജാതി, മതം, നീതി, ഗോത്രം ഇത്യാദികളിലല്ല. ന ഇതി ന ഇതി നേതി നേതി, ഇതല്ല ഇതല്ല, നാമമല്ല രൂപമല്ല. ആ സ്വസ്വരൂപത്തെ അനുസന്ധാനം ചെയ്യലൊക്കെ മന ആദത്സ്വ എന്ന് പറയുന്നതാണ്. ഇതാണ് മനോ ബുദ്ധി അഹങ്കാര ചിത്താനി നാഹം നജ ശ്രോത്രജിഹ്വേ നജ ഘ്രാണനേത്രേ നജ വ്യോമ ഭൂമിർ ന തേജോ ന വായു ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം. അതാണ് മന ആദത്സ്വ മൈ. ഞാൻ ആരാണ്? ഞാൻ ഈ പറഞ്ഞ നമ്മൾ ഇന്ന് ഞാനെന്ന് പറഞ്ഞ് അഭിമാനിക്കുന്നത് ഒന്നുമല്ല ശരിയായ ഞാനെന്ന് ഉറപ്പിക്കുക, ബോധ്യപ്പെടുത്തുക. ആ ബോധ്യപ്പെടുത്തലിൽ നീ എന്താണ് നിരന്തരം നിതാന്ത പരിശ്രമം ഉണ്ടാവുക. അതാണ് ആദത്സ്വ എന്ന് പറയുന്നത്. അതിൽ വയ്ക്കുക. എന്നിട്ടോ മൈ എന്നിൽ ബുദ്ധിം നിവേശയ ബുദ്ധിയെയും എന്നിൽ നിവേശിപ്പിക്കൂ. അപ്പോൾ പല 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 പരിപാടിയായിട്ടല്ല. ഇതാണ് മെഡിറ്റേഷൻ. മെഡിറ്റേഷനിൽ നമ്മളെന്താ കണ്ടിട്ടുള്ളത്? 6-ാം അധ്യായത്തിൽ പ്രപഞ്ച അവബോധം, ചുറ്റുപാട്, ആ ചുറ്റുപാടിൽ നിന്ന് ശരീരത്തിലേക്ക് നമ്മൾ വരുമ്പോൾ പിന്നെ പ്രാണൻ, മനസ്സ്, ബുദ്ധി, പിറകിലേക്ക് ഇന്ദ്രിയേഭ്യ പരാഹ്യർത്ഥാർത്ഥേഭ്യശ്ച പരം മനഃ മനസസ്തു പരാ ബുദ്ധി ബുദ്ധേരാത്മാൻ മഹാൻ പരഃ മഹത പരമവ്യക്തം അവ്യക്താത് പരപുരുഷ പുരുഷാന്ന പരം കിഞ്ചിത് സാ കാഷ്ടാ സാ പരാഗതി. വിസ്തരിച്ച് 6-ാം അധ്യായം മെഡിറ്റേഷൻ വിസ്തരിച്ച് തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. റെഫറൻസ് വേണമെങ്കിൽ ഒന്നുകൂടെ പോയി കേൾക്കുക. എങ്ങനെയാണ് ബുദ്ധിയെയും മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും ഒക്കെ ഒന്നിനു പിറകെ അടക്കേണ്ടത്, ഒന്നിലേക്ക് സന്നിവേശിപ്പിക്കേണ്ടത് എന്ന് നമ്മൾ മനനം ചെയ്തതാണ്. മന ആദത്സ്വ. എന്നിട്ടോ ബുദ്ധിം നിവേശയ അതുകൊണ്ട് അങ്ങനെ ഊർധ്വം മൈ നിവസിഷ്യസി ന സംശയ. നിനക്ക് പിന്നെ നിൻ്റെ ഒരു ഗതി എന്ന് പറയുന്നതിന് ഏതെങ്കിലും വിധത്തിൽ നിനക്ക് എന്തുണ്ടാവുന്നില്ല? ഒരു മൃത്യു, ഒരു ഇല്ലായ്മ എന്നുള്ള ഒരവസ്ഥ ഉണ്ടാവുന്നില്ല. മൈ ഏവ നിവസിഷ്യസി, നീ എന്നിൽ തന്നെ വസിക്കുക. ന സംശയ. ഇതിൽ സംശയം വേണ്ട അർജുന. ഉപ്പുപാവ കടലിലേക്ക് ചാടിക്കഴിഞ്ഞാൽ ഉപ്പുപാവ ഇല്ലാതെയാവില്ല. പുറത്തുനിന്ന് നോക്കുന്ന ഒരാൾക്ക് തോന്നുന്നു അയ്യോ പാവ ഉപ്പുപാവ ഇല്ലാണ്ടായിപ്പോയി. ഞാൻ അപ്പോഴേ പറഞ്ഞതാ അവനോട് ചാടണ്ടാന്ന്. ഇപ്പം എന്തായി? ഉപ്പുപാവ ഇല്ലാതെയാവുകയാണോ ചെയ്തത്? അല്ല. ഒരു വലിയ അസ്തിത്വത്തിൻ്റെ ഭാഗമായി ഉപ്പുപാവയും അതായി. അതാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. നീ ഇല്ലാണ്ടാവില്ല. അപ്പോൾ ഇട്ടാവട്ടത്തിനുണ്ടായിരുന്ന അർജുനൻ്റെ വ്യക്തിത്വം എന്തായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
അപ്പോൾ നമ്മൾ ജില്ലയിൽ നിന്ന് സ്റ്റേറ്റ് ടീമിലേക്ക് നമ്മളെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞപ്പോഴോ നമ്മൾ സ്റ്റേറ്റിന് വേണ്ടി കളിക്കുന്നവരായി. നമ്മൾ നാഷണലിന് വേണ്ടി കളിക്കാൻ പോകുമ്പോഴോ ദേശീയ ടീമിൽ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ വ്യാപ്തി വലുതായി. ഏഷ്യൻ ടീമിൽ അങ്ങനെ ടീമുണ്ടെങ്കിൽ ഇനി അന്യഗ്രഹ ജീവികളായിട്ട് നമ്മൾ കളിക്കാൻ പോവുകയാണ്. അപ്പോൾ ഭൂമിയുടെ റെപ്രസെൻ്റ് ചെയ്തിട്ടാണെങ്കിലോ ഇവിടെ അസോസിയേഷനാണ്. പഞ്ചായത്ത് മെമ്പറായിരുന്ന അർജുനൻ ഇപ്പോൾ പ്രസിഡൻ്റാണ്. എന്തിൻ്റെ? ലോകത്തിൻ്റെ. അതിന് മുകളിൽ ആരുമില്ലേ. അതുകൊണ്ട് മൈ നിവസിഷ്യസി ന സംശയ, നീ എന്നിൽ തന്നെ നിലകൊള്ളും, എന്നിലാണ് നിൻ്റെ വാസം. നിനക്ക് വേറെ എന്തില്ല, പരിമിതങ്ങളായ വാസങ്ങളില്ല. ഉണ്ടായി നിലനിന്നില്ലാതെയാകുക എന്നത് നിനക്ക് ഇനിയില്ല. നീ എന്താണ്? എന്നുമുള്ളവനാണ്. അതുകൊണ്ടാണിടോ നിന്നോട് ഞാൻ മുമ്പ് തന്നെ പറഞ്ഞത്. എന്തു പറഞ്ഞു? നിന്നോട് ഞാൻ പറഞ്ഞു. എന്താ പറഞ്ഞത്? നീയോ ഞാനോ ഈ കാണുന്ന രാജാക്കന്മാരോ ഇവിടെ ഇല്ലാതെ ഇരുന്നിട്ടില്ല, ഇനി മേലിൽ ഇല്ലാതെ ഇരിക്കുകയും ഇല്ല. നീയും ഞാനും ഈ കാണുന്നവരെല്ലാം എന്നും ഉള്ളവരാണ്. നല്ല ചൂടുണ്ട് രാവിലെ ആണെങ്കിൽ. ഫാനിട്ടാലും ഡ്രെന്ന് പറഞ്ഞൊരു ശബ്ദം വരും. പിന്നെ നിങ്ങൾക്കത് കേൾക്കുന്നതിനൊരു ഡിസ്റ്റർബൻസ് ഉണ്ടാവും. അപ്പം നിങ്ങൾക്ക് വേണ്ടി നമ്മൾ വിയർക്കാൻ തീരുമാനിച്ചു. ശരി, ശ്രദ്ധിക്കൂ. അപ്പോൾ നാമരൂപാദികളിലായി കേവല നാമരൂപാദികളിൽ മാത്രം അഭിമാനം കൊള്ളുമ്പോഴാണ് ഈ ക്ലേശം ഉണ്ടാവുക എന്ന് പറഞ്ഞു. അത് വിട്ടുകഴിഞ്ഞാലോ? വിട്ടുകഴിഞ്ഞാൽ പിന്നെ ഇത്രയേ ഉള്ളൂ. മാവിൻ്റെ കൊമ്പിൻ്റെ മുകളിൽ കയറി തൂങ്ങി നിൽക്കുന്ന കുട്ടിക്ക് തൂങ്ങി നിൽക്കുക. അവന് ഭയങ്കര പേടി. എന്താ ചെയ്യേണ്ടതെന്ന്. അച്ഛൻ പറഞ്ഞ് ചാടി വിട്ടടാ, കൈവിട്, കൊമ്പിൽ നിന്ന് കൈവിട്, ഞാനുണ്ട് ഇവിടെ എന്ന്. കുട്ടി വിട്ട് കഴിഞ്ഞാൽ അച്ഛൻ പിടിക്കും. അച്ഛന് നല്ല ധൈര്യമുള്ള അങ്ങനെ അച്ഛൻ്റെ കൺട്രോളിലാണത്. എന്നതുപോലെയാണ് അർജുനോട് ഭഗവാൻ പറയണു, മോനെ നീ ഇതാ സറണ്ടർ ചെയ്തോ, പിന്നെ നീ എന്നിൽ വസിക്കും, അതൊന്നും സംശയം വേണ്ട എന്ന് പറയാം. ഇനി ഭഗവാൻ നമ്മളോടൊക്കെ തന്നെ ഇതിന് നമുക്ക് പറ്റുന്നില്ല, ബുദ്ധിമുട്ടാണ്, വേണ്ട, നീ ഒരു കാര്യം ചെയ്യുക അർജുന, ഇപ്പം പറഞ്ഞതൊന്നും നിനക്ക് പറ്റുന്നില്ല എങ്കിൽ, ബുദ്ധിമുട്ടാണെങ്കിൽ ഇതാ ഞാൻ നിനക്ക് വേറൊരു ഉപായം പറഞ്ഞു തരാം. വളരെ സ്നേഹത്തോടു കൂടിയാണ് ഭഗവാൻ നമ്മളെ ട്രീറ്റ് ചെയ്യുന്നത്. നോക്കാം. അധചിത്തം സമാധാതും ന ശക്നോഷി മയി സ്ഥിരം അഭ്യാസയോഗേന തതഃ മാമിച്ഛാപ്തും ധനഞ്ജയ. അത ചിത്തം സമാധാതും ന ശക്നോഷി മയി സ്ഥിരം അഭ്യാസയോഗേന തതഃ മാം ഇച്ഛ ആപ്തും ഹേ ധനഞ്ജയ. ഹേ ധനഞ്ജയ, അല്ലയോ അർജുന, അത ചിത്തം മയി സ്ഥിരം സമാധാതും ന ശക്നോഷി യതി. അത ഇനി നിന്റെ ചിത്തം, മനസ്സിനെ മയി സ്ഥിരം സമാധാതും, എന്നിൽ സ്ഥിരമായി ഉറപ്പിക്കുന്നതിന് ന ശക്നോഷി, നീ അശക്തനാണ്, നിനക്ക് പറ്റുന്നില്ല എങ്കിൽ നീ ഒരു കാര്യം ചെയ്യും. അപ്പോൾ ഭഗവാനിൽ എന്നിൽ നിനക്ക് മനസ്സിനെ, മനോബുദ്ധിയെ ഉറപ്പിക്കാൻ നിനക്ക് പറ്റുന്നില്ല എങ്കിൽ, അതാണ് നിൻ്റെ പ്രശ്നമെങ്കിൽ നീ എന്തു വേണമെന്നറിയോ? അഭ്യാസയോഗേന മാം ആപ്തും ഇച്ഛ. അഭ്യാസയോഗം കൊണ്ട്. എന്താ ഈ അഭ്യാസയോഗം? എന്തെങ്കിലും വിധത്തിലുള്ള ജിമ്മിൽ പോയിട്ടുള്ള പരിപാടിയാണോ? അഭ്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവർത്തിച്ചുള്ള പരിശീലനം.
ഇവിടെ അഭ്യാസയോഗം കൊണ്ട് എന്ത് വേണം? ആവർത്തിച്ച് പരിശീലിക്കണം. എപ്പോഴൊക്കെയാണോ നിനക്ക് അത് കൈമോശം വന്നു പോകുന്നത്, അപ്പോൾ വീണ്ടും അത് വേണം. എവിടെയാണ് ഈ കൈമോശം വരുന്നത്? നമുക്കൊരു വസ്തുവിനെ രണ്ട് രീതിയിൽ നോക്കിക്കാണാം. നോക്കിക്കാണൽ മാത്രമല്ല, എല്ലാ നമ്മുടെ ആക്ടിവിറ്റിയും അതിനോട് ചേർന്ന് നിൽക്കുന്ന ഒന്ന്, നമ്മളെ ചേർത്ത് ഞാനോടുകൂടി എന്തെങ്കിലും ചെയ്യുമ്പോൾ ഇതെന്ത് ചെയ്താൽ എനിക്കെന്ത് കിട്ടും, ഇതെന്തിനാപ്പം ഞാൻ ചെയ്യുന്നത് എന്ന് തുടങ്ങി ഞാനോട് കൂടിയിട്ടാണ് നമ്മൾ കാണുന്നതിലും കേൾക്കുന്നതിലും എല്ലാ നമ്മുടെ വ്യാപാരങ്ങളിലും. പിന്നെയോ ആ ഞാനിനെ മൈനസ് ചെയ്തിട്ട്, അതിനെയാണ് ഇവിടെ അഭ്യാസം പറഞ്ഞത്. ആവർത്തിക്കാൻ പറയാം, പരിശീലിക്കാൻ പറയാം. ഞാനില്ലാതെ കാണുമ്പോഴോ അതിന് ഭയങ്കര സൗന്ദര്യമായിരിക്കും. സൂര്യോദയത്തിനും സൂര്യാസ്തമയത്തിനും ഇത്ര സൗന്ദര്യം എന്താ? കാരണം സൂര്യൻ നമ്മുടേതല്ലാത്തതുകൊണ്ട്. നമ്മുടെ ഈ 5.5 സെൻറ്റ് സ്ഥലം പോലെ സൂര്യൻ നമ്മുടെ പേരിൽ പ്രമാണമാക്കി വെച്ചിട്ടുള്ള സാധനമാണെങ്കിൽ സൂര്യോദയത്തിന് സൂര്യാസ്തമയത്തിനൊക്കെ നമ്മളിങ്ങനെ അവിടെ ഇരിക്കുമ്പോൾ നമ്മൾ മറ്റുള്ളവരെ നോക്കും. അപ്പം നമ്മുടെ വീട്ടിൻ്റെ ടെറസിൻ്റെ മുകളിൽ നിന്ന് ഏറ്റവും നന്നായി സൂര്യോദയവും സൂര്യാസ്തമയവും കാണാമെന്നിരിക്കട്ടെ, അങ്ങനെ ഒരു പോയിന്റിലാണ് നമ്മൾ വീട് വെച്ചത്. അങ്ങനെയൊക്കെ ഉണ്ട്. ഒരു സ്ഥലത്ത് നിന്ന് ഈ ഉദയവും അസ്തമയവും കാണുന്ന ഈ നമ്മുടെ പറശ്ശിനിക്കടവിൽ ഒരു നമ്മുടെ MVR ആയുർവേദ വിഷ ചികിത്സാ കേന്ദ്രം ഉണ്ടല്ലോ, ഹോസ്പിറ്റൽ, ആയുർവേദമുണ്ട് അവിടെ. അപ്പോൾ ഒരിക്കൽ നമ്മളവിടെ ഒരു 10 ദിവസത്തോളം അവിടെ ഉണ്ടായിരുന്നു. നമ്മൾ തടിയൊന്ന് കുറയ്ക്കാൻ വേണ്ടി പോയിരുന്നു. നല്ല റിസൾട്ട് കിട്ടിയതാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ രാവിലെയും നടക്കും, വൈകുന്നേരവും നടക്കും. ഈ രാവിലെ നടന്ന ഒരു പോയിന്റിൽ നമുക്ക് അവിടുന്ന് കാണാം സൂര്യൻ്റെ ഉദയസൂര്യനെ കാണാം. അതേപോലെ അസ്തമയ സൂര്യനെയും കാണുന്ന ഒരു പോയിന്റ് ഉണ്ട്, ഒരു സ്ഥലമുണ്ട്, നമ്മുടെ കന്യാകുമാരി പോലെ. അതിമനോഹരമാണ്. അപ്പോൾ നമ്മൾ അവിടെ ഒരു വലിയ വേക്കൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. നമ്മൾ അവിടുത്തെ കുഞ്ഞിരാമട്ടനോട് പറഞ്ഞു, കുഞ്ഞിരാമട്ട ഈ സ്ഥലം എങ്ങനെയെങ്കിലും മേടിക്കൂ, ഇതിനിങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്, എന്നാൽ സ്വാമി അവിടെ ആശ്രമം ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. നമുക്ക് വളരെ ഇഷ്ടമായി ആ സ്ഥലം. നാരായണ ഗുരുദേവൻ ഇങ്ങനെ ഏറ്റവും നല്ല നല്ല ഗുരുദേവൻ ഉണ്ടാക്കിയ ആശ്രമങ്ങളെല്ലാം അതിമനോഹരമായിട്ടുള്ള സ്ഥലങ്ങളാണ്. നമ്മുടെ ആശ്രമവും നല്ല സ്ഥലം. കരമനയാറ് ശാന്തമായി ഒഴുകുന്നതിൻ്റെ തീരത്താണ്. ഒരു ദിവസം വരൂ, എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു സന്ദർഭവശാൽ. അപ്പോൾ പറഞ്ഞു വന്നത്, അങ്ങനെയൊരു സ്ഥലത്ത് കന്യാകുമാരിയിൽ നമുക്കൊരു പോയിന്റിൽ ഒരു വീടുണ്ട് എന്നിരിക്കട്ടെ, ഒരു സ്പോട്ട്. അവിടെ ആളുകൾ ഇത് കാണാൻ വരുന്നു. അപ്പോൾ എന്താ, നമുക്കൊരു ഒരു അഹങ്കാരം ഉണ്ടാവും. ഇത് ഇവരൊക്കെ നമ്മുടെ ഔദാര്യത്തിലാണ് സൂര്യോദയം കാണുന്നത്, സൂര്യാസ്തമയം കാണുന്നത്. അതൊന്നുമില്ലാതെ ഒരു ബീച്ചിൽ പോയി ഇരുന്ന് കാണുമ്പോൾ, അതും നമ്മുടെ അല്ലല്ലോ ബീച്ചൊന്നും, മൊത്തം ഓണർഷിപ്പേ നമുക്ക് ഒന്നിനുമില്ല. അപ്പോഴാണ് എന്തൊരു സൗന്ദര്യമാണ് അതിന്. എവിടെയൊക്കെ എന്തൊക്കെ സൗന്ദര്യം നമ്മൾ അനുഭവിക്കുന്നുണ്ടോ, സത്യത്തിൽ അവിടെ ഞാനില്ലാത്തതാണ് ആ സൗന്ദര്യത്തിൻ്റെ അടിസ്ഥാനമായ കാരണം. ഏതും നിങ്ങൾ എടുത്തോളൂ, നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാക്കിയ നിമിഷങ്ങളൊക്കെ അങ്ങനെയുള്ളതായിരിക്കും. അങ്ങനെ ഈ ഞാനോടുകൂടി ഞാനില്ലാതെ, അർജുന നീ ഇതൊന്ന് അഭ്യസിക്കും. ഭഗവാനെ, ഈ അഭ്യാസം എന്ന് പറഞ്ഞാൽ നടക്കും തോന്നണില്ല. നടക്കൂലേ? ഞാൻ നിനക്ക് വേറൊരു പണിയുണ്ട്, നിനക്കിതും പറ്റില്ലേ, വേറൊരു കാര്യം ഏർപ്പാടാക്കി തരാം. നാളെ ഞാൻ പറയും എന്നോട്. ഇന്ന് വേണ്ട, നാളെ പറയും. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ
പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി.